നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 4ാം ദിവസവും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് ഈ ഒരു ബഹളം സഭയിൽ ഉണ്ടായതെങ്കിൽ ഇന്നുണ്ടായിരിക്കുന്നത് മറ്റൊരു വിഷയത്തിൽ കൂടിയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിന് പുറമെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം, ആ പരാമർശത്തിന്റെ പേരിലും ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നും നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കർക്ക് മുന്നിൽ, സ്പീക്കറിന്റെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം ബാനർ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഉടനെ സ്പീക്കർ ആ ബാനർ പിടിച്ചു വാങ്ങാൻ ആക്രോശിക്കുകയുണ്ടായി. വാച്ച് ആൻഡ് വാർഡർമാരോട് ആ ബാനർ പിടിച്ചു വാങ്ങുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല സ്പീക്കർ വലിയ രീതിയിൽ ഒരു നിർദ്ദേശം, അതായത് പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയം, അതായത് മുഖ്യമന്ത്രി നടത്തിയ ആ ഒരു പരാമർശത്തെക്കുറിച്ചുള്ള വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ അത് ശൂന്യവേളയിൽ നിങ്ങൾക്ക് ഉന്നയിക്കാൻ, നിങ്ങളൊരു മുതിർന്ന നേതാവല്ലേ, ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രസംഗം നടത്താൻ കഴിയില്ല, ആ വിഷയം വേണമെങ്കിൽ ശൂന്യവേളയിൽ ഉന്നയിച്ചോളൂ എന്ന ഒരു നിർദ്ദേശം സ്പീക്കർ നൽകുകയുണ്ടായി. അപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ ഒരു പക്ഷാപാതത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു നേരോടെ സ്പീക്കർ പ്രവർത്തിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി. ചോദ്യോത്തരം നടത്തേണ്ട വേളയിലാണോ ഈ ഒരു കാര്യം ഉന്നയിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് സ്പീക്കർ മുന്നോട്ട് വെച്ചത്. പിന്നാലെയാണ് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധം തുടങ്ങിയത്. സഭാ നടപടികൾ തുടങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രതിഷേധങ്ങൾക്ക് വഴിമാറിയത്. വാച്ച് ആൻഡ് വാർഡർമാരെ വെച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ സ്പീക്കർ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ബോഡി ഷേമിംഗ് പരാമർശവും വി ഡി സതീശൻ സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. താൻ സംസാരിക്കുമ്പോൾ ഇടപെടരുതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ബാനറുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡർമാരോട് പറഞ്ഞത് പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. ബാനറുമായി പ്രതിപക്ഷം വീണ്ടും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയുണ്ടായി. എന്നാൽ സ്പീക്കറുടെ ചെയറിന് മുന്നിൽ ബാനർ പിടിക്കരുതെന്ന നിലപാടിലായിരുന്നു സ്പീക്കർ. തുടർച്ചയായി 4ാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം ബഹളം നടക്കുന്നത്. ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മന്ത്രി ഗണേഷ് കുമാർ എഴുന്നേറ്റു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ബഹുമാനപ്പെട്ട നിയമസഭയുടെ ഒരു രീതി എന്ന് പറയുന്നത് സ്പീക്കറെ നോക്കി സംസാരിക്കുക എന്നതാണ്. പക്ഷെ ബാനർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതിനാൽ സ്പീക്കറുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല, ആ ബാനർ മാറ്റാൻ പറയൂ എന്നതടക്കമുള്ള ഒരു പരാമർശം ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും തുടർച്ചയായ 4ാം ദിവസവും ഈ ഒരു പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഭരണപക്ഷം പറയുന്നത് ആ 8:45 അട്ടി വെച്ചതുപോലെ എന്ന പ്രയോഗം, അത് മുഖ്യമന്ത്രി നടത്തിയത് ആരെയും പേര് പറഞ്ഞുകൊണ്ട് നടത്തിയതല്ല, അപ്പോൾ ഇന്ന വ്യക്തിയെ ഉദ്ദേശിച്ചാണ് നടത്തിയത് എന്ന വ്യാഖ്യാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന രീതിയിലാണ് ഭരണപക്ഷത്തിന്റെ ഒരു പ്രതികരണം. സ്പീക്കറെ പ്രതിരോധിച്ച് ഭരണപക്ഷ MLA മാർ രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ രൂക്ഷമാക്കുകയായിരുന്നു. ഇതിനിടയിൽ മന്ത്രി MP രാജേഷ് ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ഒരു വനിതയെ, ഒരു വാച്ച് ആൻഡ് വാർഡറിനെ, ഒരു വനിതയെ പ്രതിപക്ഷം ആക്രമിച്ചു, അങ്ങിത് കാണുന്നില്ലേ, ഇത് പ്രതിപക്ഷം സഭയിൽ തോന്നിയവാസം കാണിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണം MP രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അദ്ദേഹം ആക്രോശിക്കുകയുണ്ടായി അതിനെതിരെ. എന്തായാലും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നീക്കം നടത്തുകയാണെന്ന് സ്പീക്കറും പറയുകയുണ്ടായി. ബഹളത്തിനിടെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടക്കുകയും ചെയ്തു. ബാനർ മാറ്റാൻ നിർദ്ദേശം നൽകണമെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു. അങ്ങനെ ആകെ മൊത്തം ഇന്നും പ്രക്ഷുബ്ധമാണ്. ഇനി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമോ എന്ന ഒരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായത്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടത് പ്രതിപക്ഷ അംഗത്തിന്റെ ഉയരക്കുറവിനെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിഹസിച്ച് ആ വിഷയത്തിൽ മേൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടത്. 8:45 അട്ടി വെച്ച പോലെ ഒരാൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രയോഗം. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? അവരുടെ കൂട്ടത്തിലുള്ള വനിതാ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. സാധാരണ നിലയ്ക്ക് തന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ട്, 8:45 അട്ടി വെച്ച് പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുന്ന എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പുരോഗമനവാദികളാണെന്ന് പറയുന്നവരുടെ വായിൽ നിന്ന് വരുന്നത് ഇത്തരം പരാമർശങ്ങളാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. മുഖ്യമന്ത്രിക്ക് ഉയരം കുറഞ്ഞവരോട് പുച്ഛമാണോ? അവരോട് അദ്ദേഹത്തിന് എന്താ ദേഷ്യവും അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്, മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
അതേസമയം ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിക്കലായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും പ്രതിപക്ഷം സ്വീകരിച്ച പ്രതിഷേധ മാർഗം. എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ മട്ടുമാറിയിരുന്നു. ബാനറും പ്ലക്കാർഡും ഉയർത്തിയുള്ള പ്രതിഷേധം ചെറുക്കാൻ സ്പീക്കറും കരുതലെടുത്തിരുന്നു. എന്നിട്ടും മുഖം മറയ്ക്കുന്നത് തടയാൻ ഡയസിനും അതിനു മുന്നിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇടയിലുള്ള സ്ഥലത്ത് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തി. ഇന്നും വാച്ച് ആൻഡ് വാർഡർമാർ കൂടുതലെത്തി ഈ പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ബാനർ ഉയർത്തിയും സ്പീക്കറിന്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ബാനർ ഉയർത്തിയാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ഇന്ന് പ്രതിഷേധം നടത്തിയത്. പ്രതിപക്ഷം ഡയസിലേക്ക് ഇരച്ചു കയറുന്നത് തടയാനാണ് വാതിലുകളിലും വാച്ച് ആൻഡ് വാർഡിനെ വിന്യസിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടയിലും കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേള 40 മിനിറ്റ് മുന്നോട്ട് പോയി. ഇന്ന് ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷാംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡ് തീർത്ത മനുഷ്യ മതിൽ ഭേദിച്ച് ഡയസിലേക്ക് കയറാൻ കഴിഞ്ഞ ദിവസം ശ്രമങ്ങൾ നടത്തി. ഇതോടെ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മർദ്ദിക്കുന്നുവെന്നും അവർക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭരണപക്ഷവും രംഗത്ത് വരികയുണ്ടായി. ഇത്തരത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾക്ക് യാതൊരു മാറ്റവുമില്ല. നടുത്തളത്തിൽ ഇറങ്ങുന്നു, ബാനർ ഉയർത്തുന്നു, സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു, സ്പീക്കർ അവരെ വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിഷേധവും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രയോഗവും കൂടി എത്തുന്നത്, വിഷയങ്ങളുടെ തലങ്ങൾ മാറുന്നത്. നിയമസഭ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ തെറ്റായ നിലപാടാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. പക്ഷെ ഇന്നും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ അവകാശത്തെ ഏത് തരത്തിൽ തടയാൻ ശ്രമിച്ചാലും അത് തട്ടിമാറ്റി മുന്നോട്ട് പോകുമെന്നായിരുന്നു മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം പ്രതിപക്ഷം ജനാധിപത്യത്തെ അവഹേളിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് തുടർച്ചയായ 4ാം ദിവസവും കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നതെന്ന വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാവുകയാണ്. ചട്ടപ്രകാരം നോട്ടീസ് നൽകി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷ ബഹളം നടത്തുന്നത്. അത് ആക്രമണത്തിലേക്ക് വരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായതെന്ന വിമർശനങ്ങളും ഒരു വശത്ത് രൂക്ഷമാവുകയാണ്. നിയമസഭയിൽ ഏതു വിഷയവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പല മാർഗങ്ങളുണ്ട്. സബ്മിഷൻ ഉന്നയിക്കാം, ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കാം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാകാം, പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേക അവകാശം ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്താൽ സർക്കാരിന്റെ മറുപടിയോടെ വ്യക്തത കൈവരുമെന്നറിയാവുന്ന പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നില്ല എന്ന ഒരു വിമർശനമാണ് ഭരണപക്ഷ പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ കെട്ടുക, സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബഹളമുണ്ടാക്കുക, വനിതാ വാച്ച് ആൻഡ് വാർഡ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുക എന്നിങ്ങനെ കെട്ടുകേൾവിയില്ലാത്ത സമര ആഭാസങ്ങൾക്ക് പ്രതിപക്ഷ നേതൃത്വം നൽകുന്നു എന്ന വിമർശനവും കൂടി ഒരു വശത്ത് ശക്തമാവുകയാണ്. സുഗമമായി സഭ നടത്താൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിപക്ഷ സമീപനത്തെ സ്പീക്കർ ശക്തമായി തന്നെ വിമർശിക്കുകയുണ്ടായി. ഭരണഘടനാപരമായ ഉത്തരവാദിത്ത പ്രകാരം സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്പീക്കറുടെ ശ്രമത്തോടും പ്രതിപക്ഷം സഹകരിച്ചില്ല. അദ്ദേഹം വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗവും അവർ ബഹിഷ്കരിച്ചു എന്നതടക്കമുള്ള വിമർശനവും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇനി ഇന്നത്തെ സഭാ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോക്ക്, ഒരുപാട് ആകാംക്ഷകൾ നിറഞ്ഞിരിക്കുന്ന ദിവസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.